ആരംഭിക്കുകയാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യുക. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാന ബജറ്റിന്റെ പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കം. ഇന്ധന നികുതിക്കെതിരായ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. നിയമസഭയിൽ സത്യഗ്രഹ സമരം തുടങ്ങും. സംസ്ഥാനത്ത് വെള്ളക്കരം കൂട്ടി. വർധനവ് ജനങ്ങൾക്ക് ഭാരമല്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വന്യമൃഗശല്യം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ 10 വർഷത്തേക്കുള്ള പദ്ധതി ആരംഭിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇതുവരെ സ്വീകരിച്ച നടപടി ഫലപ്രദമല്ല. ശാസ്ത്രീയ നടപടികളിലേക്ക് നീങ്ങുകയാണെന്നും സഭയിൽ മന്ത്രി. ബഫർ സോണിൽ ജനവാസ മേഖല ഒഴിവാക്കണമെന്ന ആവശ്യമാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി. കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ ദുരൂഹതയേറുന്നു. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുഖ്യ പ്രതി അനിൽകുമാറിനായി തെരച്ചിൽ തുടരുന്നു. കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കൾക്കായും അന്വേഷണം. തുർക്കിയിൽ ഭൂചലനത്തിൽ മരണം 100 കടന്നു. റിക്ടർ സ്കെയിലിൽ 7.9 രേഖപ്പെടുത്തി. നിരവധി കെട്ടിടങ്ങൾ നിലംപൊത്തി. രക്ഷാപ്രവർത്തനം തുടരുന്നു. തുടർചലനങ്ങളിൽ സിറിയയിലും കനത്ത നാശനഷ്ടം. തൃശൂരിൽ ആത്മഹത്യക്ക് ശ്രമിച്ച അത്യാസന്ന നിലയിലായ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റിലായത് ശ്രീനാരായണപുരം സ്വദേശി ദയാലാൽ. റിപ്പോർട്ട് തേടിയ ആരോഗ്യമന്ത്രി. ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കും. പോപ്പിന്റെ സ്ഥിരീകരണം സുഡാൻ സന്ദർശന വേളയിൽ. ഒരു മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുന്നത് 2 പതിറ്റാണ്ടിന് ശേഷം.